മലയാളത്തിന്റെ പ്രിയ താരം ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തമിഴ് നടൻ പാർത്ഥിപൻ രാധാകൃഷ്ണൻ നടത്തിയ യാത്രയെക്കുറിച്ച് പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ സൈബറിടത്ത് വൈറൽ. ദുബായ് യാത്ര മാറ്റിവെച്ച് മരണത്തെപ്പോലും മുഖാമുഖം കണ്ടുകൊണ്ട് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് നടത്തിയ യാത്രയുടെ വിവരണം ഇങ്ങനെയാണ്. കൊച്ചിയിലെത്തിയ തന്റെ യാത്രയുടെ വിശേഷം അറിയുകയാണെങ്കിൽ അത് വാക്കുകൾക്കതീതമായ അനുഭവമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് വിമാനങ്ങൾ ഇല്ലായിരുന്നു. രാത്രി 7:55 വിമാനത്താവളത്തിലേക്ക് സ്വയം കാർ ഓടിക്കുകയായിരുന്നു. രാത്രി 8:40 വിമാനത്താവളത്തിലെത്തി. വഴിയിൽ 4 വ്യത്യസ്ത സ്ഥലങ്ങളിൽ അപകടങ്ങളിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഒറ്റയ്ക്കാണ് വാഹനം ഓടിച്ചത്. വിമാനം രാത്രി 8:50 പുറപ്പെടാൻ നിശ്ചയിച്ചിരുന്നു. വിമാനത്താവളത്തിലെത്തിയിട്ടും സീറ്റുകൾ കിട്ടിയിരുന്നില്ല. ഒരുവിധം ഗൗരവത്തോടെയും തമാശയായും ഇൻഡിഗോയിലെ സീനിയർ മാനേജരോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു വഴിക്ക് വിമാനത്തിൽ കയറ്റാൻ സാധിക്കുമെങ്കിൽ പൈലറ്റിന്റെ സീറ്റ് പോലും സ്വീകാര്യമാണെന്ന്. രാത്രി 9:25 ഒരു യാത്രക്കാരൻ ഇറങ്ങി ഒഴിയുകയും ആ സീറ്റ് തനിക്ക് ലഭിക്കുകയും ചെയ്തു. ഈ സൗകര്യം ഒരുക്കാൻ സഹായിച്ച സീനിയർ മാനേജരോട് എക്കാലവും കടപ്പെട്ടിരിക്കുമെന്ന് അദ്ദേഹം കുറിച്ചു. രാത്രി 11 ഞാൻ കൊച്ചിയിലെത്തി. എവിടെ താമസിക്കുമെന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്നു. ഒടുവിൽ ശ്രീനിവാസൻ സാറിൻ്റെ വീടിനടുത്തുള്ള ഒരു സാധാരണ 3 സ്റ്റാർ ഹോട്ടൽ ഞാൻ കണ്ടെത്തി. വാസ്തവത്തിൽ ഇന്ന് ഞാൻ ദുബായിൽ ആയിരിക്കേണ്ടതായിരുന്നു. എൻ്റെ വിമാനം റദ്ദാക്കി, എൻ്റെ ഹോട്ടൽ റദ്ദാക്കി. എന്നിട്ടും ഏറ്റവും വിചിത്രമായ കാര്യം ഇതാണ്. എൻ്റെ മനസ്സിൽ എവിടെ നിന്നും എൻ്റെ അനുശോചനം അറിയിക്കാമായിരുന്നു. എന്നിട്ടും എന്തോ ഒന്ന് എന്നെ ഇവിടേക്ക് ആകർഷിച്ചു. ഞാൻ സ്വയം ചോദിച്ചു കൊണ്ടിരുന്നു, ഞാൻ അവിടുന്ന് ഇവിടേക്ക് ഇത്രയും ദൂരം ഓടി വന്നത് എന്തിനാണ്? എൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് എന്നെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ചെന്നൈയിൽ നിന്നുള്ള വിമാനത്തിൽ സീറ്റുകൾ ലഭ്യമല്ലാതിരുന്നതിനാൽ ജീവനക്കാർ ഒഴിഞ്ഞുകൊടുത്ത സീറ്റിൽ ഇരുന്നാണ് പാർത്ഥിപൻ കൊച്ചിയിലെത്തിയത്. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ ഇതിഹാസ താരങ്ങൾക്കിടയിൽ തന്നെ ആരും തിരിച്ചറിയില്ലെന്ന് കരുതിയെങ്കിലും അവിടെയുണ്ടായിരുന്ന സംവിധായകൻ രാജേഷ് തന്നെ തിരിച്ചറിഞ്ഞ് മെസ്സേജ് അയച്ചെന്ന് കുറിച്ചു. എല്ലാ നായകന്മാർക്കും ഇടയിൽ നിങ്ങളായിരുന്നു യഥാർത്ഥ താരം എന്ന് രാജേഷ് അയച്ച സന്ദേശം പങ്കുവച്ചുകൊണ്ടാണ് പാർത്ഥിപൻ പ്രിയപ്പെട്ട ശ്രീനി സാറിന് ആദരവ് നൽകാനായി നടത്തിയ സാഹസിക യാത്രയെക്കുറിച്ച് ആരാധകർക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ശ്രീനിവാസൻ വിട പറഞ്ഞത്. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് നിരവധി പേരാണ് എത്തിയത്. രാഷ്ട്രീയക്കാരും സിനിമാക്കാരും അതുപോലെ തന്നെ ജനങ്ങളെല്ലാം അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിടവാങ്ങലിന്റെ വേദനയിലാണ് സിനിമാ ലോകവും പ്രേക്ഷകരും.